ആംഗിൾ കൂടിയുണ്ട്. അത് ശ്രീ രഘുനാഥ് നായർ ഇന്നലെ അങ്ങനെ ഒരു സംശയം പറയുകയും ചെയ്തതാണ്. കാരണം അമേരിക്കയ്ക്ക് പല രാജ്യങ്ങളിലും ആണവ ശേഖരമുണ്ട്, അപ്പോൾ പാകിസ്ഥാനിലും അതുണ്ടായിരിക്കാം. അങ്ങനെ ഒരു വൈൽഡ് ഗസ് കൂടി ഉണ്ടല്ലോ ശ്രീ ഷാബു പ്രസാദ്. അതുകൊണ്ട് ആ സമയത്ത് ഈ സർഗോധയിൽ ആക്രമണം നടന്നതിന് ശേഷം കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ടപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് ശ്രീ ഷാബു പ്രസാദ് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്ന് രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന വളരെ കുറുക്കിക്കൊള്ളുന്ന കാര്യം തന്നെയാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ നിരീക്ഷണം പാകിസ്ഥാന്റെ ആണവ ശേഖരത്തിൽ വേണം. അത് ലോക ജനതയെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഏത് രീതിയിൽ പാകിസ്ഥാൻ ഇത് കൈകാര്യം ചെയ്യുമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇക്കാര്യം അദ്ദേഹം പറയുകയാണ് വ്യക്തമായിട്ട്. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഞാൻ വിശ്വസിക്കുന്നില്ല പാകിസ്ഥാന് പ്രയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള അണുബോംബുകൾ ഉണ്ട് എന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അണുബോംബ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മുടെ കണ്ണൂർ ബോംബ് ഉണ്ടാക്കുന്ന മാതിരിയൊന്നും അല്ല. അത് വളരെ നീണ്ട, വളരെ സ്കിൽഡായിട്ടുള്ള ഒരുപാട് നീണ്ട പ്രോസസ്സാണിത്. അത് യുറേനിയം എൻറിച്ച്മെന്റ്, പിന്നെ അതിനെ സംയോജിപ്പിക്കൽ, ക്രിട്ടിക്കൽ മാസ് അക്വയറിങ്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കൊന്നും ആ രീതിയിലുള്ള എക്സ്പെർട്ടൈസും കാര്യങ്ങളും ഒന്നും ഒരിടത്തു നിന്നും കള്ളക്കടത്തിയും മോഷ്ടിച്ചും ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. കാര്യം അത്ര സങ്കീർണമായ ടെക്നോളജിയാണ് ഈ ന്യൂക്ലിയർ ടെക്നോളജി എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് ആണവ ശേഖരം തീർച്ചയായും ഇത് നിർമ്മിക്കാനുള്ള ഒരു ബോംബിന് വേണ്ടിയിട്ടുള്ള ഭീകരമായ പരിശ്രമത്തിൽ തന്നെയാണ്. 98 പൊട്ടിച്ചത് പോലും അവര് പരീക്ഷണം നടത്തി എന്ന് പറയുന്നത് പോലും ഒരു പൂർണ്ണമായ പരീക്ഷണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു അറിവും നിരീക്ഷണവും വെച്ച് അതവിടെ നിൽക്കട്ടെ. എന്നാൽ അവർക്ക് ആണവ ശേഖരമുണ്ട്. ആ ആണവ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ പലയിടത്തും ഈ ഗ്രാന ഹിൽസിലും അവിടെയും ഇവിടെയൊക്കെ പല ഭാഗത്തായിട്ടായിരിക്കാം. ഈ ആണവ ശേഖരം എന്ന് പറയുന്നതും ഇപ്പൊ പ്ലൂട്ടോണിയം ആയാലും യുറേനിയം ആയാലും എൻറിച്ച്ഡ് യുറേനിയം അല്ല, എൻറിച്ച് ചെയ്യാത്ത യുറേനിയം 238 ആണെങ്കിലും ഇതെല്ലാം ഫിസൈൽ മെറ്റീരിയൽ, അതായത് റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാക്കുന്ന മെറ്റീരിയലാണത്. അത് പ്രോപ്പറായിട്ടല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് അപകടം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബോംബ് പൊട്ടുന്നതിന് പൊട്ടുമൊന്നുമില്ല, പക്ഷെ അതിന്റെ റേഡിയേഷൻ വളരെ ഭീകരമായി. അതാണ് അവിടെ ആയിരിക്കാം ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിന്റെ ഷർഗോദ എയർബേസിന്റെ സമീപമുള്ള അവരുടെ ആ കിരാന ഹിൽസിന്റെ താഴെയുള്ള വലിയൊരു വാതിലിൽ, ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്ന ആ തുരങ്കത്തിന്റെ വാതിലിലാണ് ഇന്ത്യ കൊണ്ട് ബോംബിട്ടത്. അത് അങ്ങനെ തന്നെ ഇടിഞ്ഞു വീണത് ടോട്ടൽ ഈ സാധനം ഇതിന്റെ അകത്തായി പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ അതിന്റെ കവറിങ്ങിന്, അതിന്റെ സ്റ്റോറേജിന് കേടുവന്ന് ആണവ വികിരണം പുറത്തു ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതിന്. പക്ഷെ ഇത് ഇങ്ങനെയാണെന്ന് സമ്മതിക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പൊ രഘുനാഥ് സാർ ഇവിടെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ആണവോർജ ഏജൻസിക്ക് കാര്യം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു വർഗമാണ്. യാതൊരു കാര്യം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രാജ്യവും അനുവദിക്കില്ല അവിടെ ചെന്ന് നോക്കാനായിട്ട്. അതുകൊണ്ട് അവർക്ക് അവിടെ ഇരുന്ന് ചില നിഗമനങ്ങൾ നടത്താനേ കഴിയുള്ളൂ. പക്ഷെ ഈ വാർത്തകള് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡേറ്റ ഒക്കെ വിശദമായി നോക്കിക്കഴിഞ്ഞാൽ സംതിങ് ഈസ് ഹാപ്പൻസ്, അത് ഉറപ്പാണ്. സംതിങ് ഈസ് സീരിയസ്ലി ഹാപ്പൻസ്. അത് നമുക്ക് ഉറപ്പിച്ചു പറയാനുണ്ട്. ഇന്നത്തെ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയിലും അതുണ്ട്, ആ സംഭവമുണ്ട്. നമുക്ക് പല കാര്യങ്ങളും, കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പാകിസ്ഥാൻ ആണവായുധം കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആണവായുധം എന്നല്ല ആണവ സാമഗ്രികൾ, അത് ബോംബിന്റെ രൂപത്തിലോ മിസൈലിന്റെ രൂപത്തിലോ ആയിട്ടില്ലല്ലോ, അതിലേക്ക് നിറച്ചിട്ടില്ല. പക്ഷെ ആണവ സാമഗ്രികൾ അവരുടെ കൈവശമുള്ളത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനെ പോലെയുള്ള തെമ്മാടി രാഷ്ട്രത്തിന്റെ കയ്യിൽ ആണവ സാമഗ്രികൾ ഉള്ളപ്പോൾ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിൽ സംശയമുണ്ട്. മാത്രമല്ല അത് സുരക്ഷിതമല്ല എന്നുള്ള കാര്യം ലോകത്തോട് തുറന്നു പറയുകയാണ്. അതായത് അവിടുത്തെ സംഭരണം അത് സുരക്ഷിതമല്ല എന്നുള്ളതാണ്. കാരണം അതിർത്തിയിൽ നിന്ന് 170 കിലോമീറ്ററേ ദൂരമുള്ളൂ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന്, പഞ്ചാബ് അതിർത്തിയിൽ നിന്ന്. അത് നമ്മളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതല്ലെന്ന് പറഞ്ഞ കാര്യം, നിരുത്തരവാദപരമായ കൈകളിൽ ഈ ആണവ സാമഗ്രികൾ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭസ്മാസുരന് വരം കൊടുക്കുന്നത് മാതിരി തന്നെയാണ്. ഇപ്പൊ 1982 ഇവിടെ ഇറാഖിന്റെ കയ്യില് അവർക്ക് ആണവശേഖരം വരുന്നു എന്നുള്ളതിന്റെ തൊട്ടു മുമ്പ്
ഇസ്രായേൽ അവിടെ പോയി ആരുടെയും അനുവാദത്തിന് അമേരിക്കയുടെ കാല് പിടിച്ചവർ പറഞ്ഞു അത് നശിപ്പിക്കണം. അവർ മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഇറാഖ് ഓപ്പറേഷൻ ഓപ്പറ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെ അവരുടെ ആ ആണവ കേന്ദ്രം മുഴുവനും ബോംബിട്ട് നശിപ്പിച്ചു, മുഴുവൻ. അതോട് ഇല്ലായിരുന്നുവെങ്കിൽ, അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, ആ ഒരു 89 90 ആ കാലത്ത് ഈ ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇറാഖിന്റെ കയ്യിൽ ഒരു ആണവ ബോംബ് ഉണ്ടാകുമായിരുന്നു. ആലോചിച്ച് നോക്കൂ എന്ത് സംഭവിക്കുമായിരുന്നു. അല്ല, ആ സമയത്ത് ഇന്ത്യയോട് ഇസ്രായേലും ആവശ്യപ്പെട്ടതാണല്ലോ, പാകിസ്ഥാനിലെ ആണവ ശേഖരം ഞങ്ങൾ തകർത്തു തരാം, ഞങ്ങൾക്ക് ഇന്ധനമടിക്കുവാനുള്ള സ്ഥലം നൽകിയാൽ മതിയെന്ന്. നമ്മളൊന്ന് വലിയ എന്താണ് ചേരിചേര നയമൊക്കെ സ്വീകരിച്ച് അങ്ങനെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുമ്പിൽ വലിയ വേഷം കെട്ടുമായിട്ട് നടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേല് ഇതേപോലെ സിറിയയുടെ കയ്യില് അവര് റിയാക്ടർ പണിഞ്ഞ് ആ റിയാക്ടർ ക്രിട്ടിക്കലാവുന്നതിന് തൊട്ടു മുമ്പ് അവിടുത്തെ റിയാക്ടർ മുഴുവനും ബോംബിട്ട് നശിപ്പിച്ചു. ഇല്ലെങ്കിൽ സിറിയ അതാണ് ഇതിൻ്റെ അകത്ത് ഈ രണ്ട് കാര്യത്തിലും ഇസ്രായേൽ ചെയ്തത് ലോക സമൂഹത്തിനോടുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. അമേരിക്ക മൈൻഡ് ചെയ്തില്ല. അമേരിക്ക എന്ത് വേണേ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട സജിമോൻ ആന്റണി ഇവിടെ ഉണ്ട്. ഇപ്പത്തെ ഈ സംഭവത്തിൽ കൂടെയും അമേരിക്ക തെളിയിക്കുന്നത് നമ്മൾ പാകിസ്ഥാനെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല, അമേരിക്കയും വിശ്വസിക്കാൻ കൊള്ളൂല്ല എന്നാണ് വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് 2 കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ പാകിസ്ഥാനെ നിരായുധീകരിക്കണം, ആ പാകിസ്ഥാനെ പൂർണ്ണമായും ഭീകര വിമുക്ത രാജ്യമാക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം അമേരിക്കയ്ക്കില്ല എന്ന് തന്നെയാണ് ഇപ്പൊ നടക്കുന്ന ഈ പ്രതികരണങ്ങളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഈ ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളർന്നു വരുന്നു, അതും ജനാധിപത്യ ശക്തിയായി. അമേരിക്കയുടെ ഏറ്റവും വലിയ കരുത്ത് ജനാധിപത്യമാണ്. വളരെ എസ്റ്റാബ്ലിഷായ 100-400 വർഷമായി വളരെ ശക്തമായ ഒരു ജനാധിപത്യമുള്ള രാജ്യമാണ്. ആ ജനാധിപത്യം തന്നെ ഞാൻ ഒന്ന് ഇടപെടുക